ഹൈജീൻ ആരോഗ്യവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ശരീരത്തിലേക്ക് കടന്നു വരുന്ന പരപദാർത്ഥങ്ങളിൽ രണ്ടാമത്തേതിനെ പറ്റിയാണ്. അതാണ് ടൂത്ത് പേസ്റ്റ്. എന്താണ് ടൂത്ത് പേസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ടൂത്ത് പേസ്റ്റ് ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ മാറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് ഭക്ഷണം അല്ലാത്ത ഒരു വസ്തു കടന്നു കയറുകയാണ് ടൂത്ത് പേസ്റ്റിലൂടെ. അതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കും. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് എങ്ങനെ വയറ്റിൽ ശരീരത്തിലെത്തുന്നു? ടൂത്ത് പേസ്റ്റ് ഒരു കെമിക്കലാണ്. ഒന്നല്ല, ധാരാളം കെമിക്കൽസ് ആണ്. ഈ സാധനം ഒരു പ്രീ ഡൈജസ്റ്റഡ് സബ്സ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ വായിൽ വെച്ച് തന്നെ ബ്ലഡിലേക്ക് അത് കയറും. പുകയില പോലെ, സോർബിട്രേറ്റ് ഗുളിക പോലെ, മറ്റ് പലത്തിലുള്ള നമ്മുടെ ഡ്രഗുകൾ പോലെ ബ്ലഡിലേക്ക് വായിൽ നിന്ന് കയറുന്ന പല സാധനങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ടൂത്ത് പേസ്റ്റ്. അപ്പം അത് ബ്ലഡിലേക്ക് കയറിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ടൂത്ത് പേസ്റ്റിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതെല്ലാം വായിക്കാൻ സമയമുണ്ടാവില്ല, എങ്കിലും ചിലത് ഞാൻ പറയാം. സോഡിയം ലോറിൽ സൾഫേറ്റ്, ഫ്ലൂറൈഡ്, ട്രിക്ലോസൻ, പ്രോപ്പലൈൽ ഗ്ലൈക്കോൾ, സോഡിയം ഡയാസിൽ സൾഫേറ്റ്, സോഡിയം സാക്കറീൻ, സോഡിയം ഫ്ലൂറൈഡ്, സോർബിറ്റോൾ, കാൽഷ്യം കാർബണേറ്റ്, ഹൈഡ്രേറ്റഡ് സിലിക്ക, സൈലിറ്റോൾ, പരാബൺ എന്ന് തുടങ്ങി അസംഖ്യം കെമിക്കൽസ് ചേർന്നതാണ് ഈ ടൂത്ത് പേസ്റ്റുകൾ. ആരുണ്ടാക്കിയാലും അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഞാൻ പറയാം. അൾസർ, മൗത്ത് സോഴ്സ്, ടൂത്ത് ഗം സെൻസിറ്റിവിറ്റി, ഗമ്മ്, ഇതിൽ നമ്മുടെ മോണയിൽ നീർക്കെട്ട് വരിക, പല്ല് സംബന്ധിച്ച രോഗങ്ങൾ ഉണ്ടാവുക, പുളിപ്പ് വരിക, പല്ലിൻ്റെ നിറം മങ്ങുക, ഇനാമൽ പോവുക, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് രോഗങ്ങൾ വായ്ക്കകത്ത് ഇതുകൊണ്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. രണ്ടാമത് ചർമ്മരോഗങ്ങൾ, എക്സിമ, അലർജി തുടങ്ങിയുള്ള ചർമ്മരോഗങ്ങൾ, തലവേദന, വയറിളക്കം, ഛർദി, വയർസ്തംഭനം, ശോധനക്കുറവ്. പിന്നെയോ ഹോർമോണിൽ പോലും മാറ്റങ്ങൾ വരും. അതൊന്നുമല്ല പ്രശ്നം, ഓർഗൻ കാർസിനോജെനിസിറ്റി എന്ന് പറയുന്നുണ്ട്. ക്യാൻസർ ഉണ്ടാകാൻ പോലും ഇത് കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരമൊരു സാധനം നിത്യവും വായിലിടരുത് എന്നാണ് മാന്യ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കാനുള്ളത്.